ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ ദനഹ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷീകരണം, വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ്. ദനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഉദയ സൂര്യൻ എന്നാണ്. ജോർദാൻ്റെ ഓളപ്പരപ്പിൽ ഉദയസൂര്യനെ പോലെ ഈശോ സ്നാനം കഴിഞ്ഞപ്പോൾ ഉയർന്നു വന്നതിനെ, ഈ ലോകത്തിൻ്റെ രക്ഷകനായി അവൻ വെളിപ്പെടുത്തപ്പെട്ടതിനെ അനുസ്മരിക്കുന്നതിനാലാണ് ഈ ദിനം ദനഹ തിരുനാളായി ആചരിക്കപ്പെടുന്നത്. ജോർദാനിൽ സ്നാപകനിൽ നിന്നും സ്നാനം സ്വീകരിച്ച ഈശോയെ പിതാവും പരിശുദ്ധാത്മാവും ലോകത്തിന് രക്ഷകനായി വെളിപ്പെടുത്തി കൊടുത്തു. പഴയ നിയമത്തിൽ 3 പേരെയാണ് സാധാരണ അഭിഷേകം ചെയ്യാറുള്ളത്: രാജാവിനെ, പ്രവാചകനെ, പുരോഹിതനെ. രാജാവിൻ്റെ തിരഞ്ഞെടുപ്പിനെ ദൈവം അംഗീകരിക്കുന്നു എന്നതിന് തെളിവായിരുന്നു രാജാക്കന്മാർ സ്വീകരിച്ചിരുന്ന അഭിഷേകം. തൻ്റെ ഹിതവും പദ്ധതികളും ദൈവജനത്തെ അറിയിക്കാൻ ദൈവം ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അയാൾക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു പ്രവാചകന്മാർ സ്വീകരിച്ചിരുന്ന അഭിഷേകം. ലേവി ഗോത്രത്തിൽ നിന്നും ദൈവജനത്തിനും ദൈവത്തിനും മധ്യേ ഒരു പാലം പോലെ വർദ്ധിക്കാൻ, ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളെയും ജനത്തെ അറിയിക്കാൻ, ജനത്തിൻ്റെ പ്രാർത്ഥനകളെ ദൈവത്തെ അറിയിക്കാൻ ഒരു മനുഷ്യവ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു എന്നതിൻ്റെ അടയാളമായിരുന്നു പുരോഹിതർ സ്വീകരിച്ചിരുന്ന അഭിഷേകം. ഇങ്ങനെ ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്ന 3 വ്യക്തിത്വങ്ങളാണ് അഭിഷിക്തരായിരുന്നത്. സ്നാപക യോഹന്നാനിൽ നിന്നും ജോർദാനിൽ വെച്ച് ഈശോ സ്നാനം സ്വീകരിച്ചപ്പോൾ അവൻ മിശിഹ അഥവാ അഭിഷിക്തനായി തീർന്നു. മിശിഹായുടെ ജോർദാനിലെ മാമോദീസ ഈശോ പൂർത്തീകരിക്കാനിരിക്കുന്ന ദൗത്യത്തിൻ്റെ പ്രാരംഭമായിരുന്നു, ഒരു ഉദ്ഘാടനമായിരുന്നു. അവൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു മാമോദീസ മുങ്ങാനുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. ജോർദാനിലെ ജലത്തിൽ മുങ്ങിയുള്ള കേവലമായ ഒരു സ്നാനത്തിനപ്പുറം തൻ്റെ ജീവിതം കൊണ്ട് അടിവരയിടാനുള്ള ഒരു ദൗത്യത്തെ ഈശോ തൻ്റെ സ്നാനവുമായി ബന്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഉദ്ധാനവുമായുള്ള തൻ്റെ മാമോദീസ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ മാത്രമാണ് പൂർണ്ണമാകുന്നത് എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈശോ മലമുകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് മുമ്പിൽ രൂപാന്തരപ്പെട്ടു. മലമുകളിൽ ദൈവത്തോടൊത്തായിരുന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വം ദർശിക്കുന്ന ശിഷ്യന്മാർ അവരുടെ പ്രതിനിധിയായിട്ട് പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലതാണ്. നമുക്കിവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. ദൈവമഹത്വത്തിൻ്റെ പർവ്വത ശിഖരത്തിൽ കൂടാരങ്ങൾ അടിക്കാനുള്ള സമയമായില്ല എന്ന് ഈശോയ്ക്ക് നന്നായിട്ടറിയാം. താഴെ ശുശ്രൂഷ കാത്ത് അനേകം ജനതകൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ പത്രോസിനോട് പറയുന്നു, എഴുന്നേൽക്കുവിൻ, നമുക്ക് സമാധാനത്തിലേക്ക് പോകാം. ഉദ്ധാനത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് എല്ലാവരെയും വിസ്മരിച്ചുള്ള യാത്രയായിരുന്നില്ല ഈശോയുടേത്. മറിച്ച് പുരോഹിതൻ്റെയും പ്രവാചകൻ്റെയും രാജാവിൻ്റെയും ദൗത്യം, തൻ്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടവരുടെ അനുരഞ്ജനം, പിതാവുമായുള്ള അനുരഞ്ജനം, അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നല്ലോ ഈശോ ഭൂമിയിലേക്ക് വന്നത്. അവൻ പറഞ്ഞല്ലോ, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നതാണ് എൻ്റെ ഭക്ഷണം. അതുവരെ വിശ്രമമില്ലാതെ, ഊണും ഉറക്കവുമില്ലാതെ ഈശോ നടന്നു നീങ്ങുന്നത് സുവിശേഷങ്ങൾ അത്ര മനോഹരമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ജെറൂസലേം, ജെറൂസലേം, പിടക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചെറുകിനടിയിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ ചേർത്ത് നിർത്താൻ ഞാൻ എത്രയോ തവണ ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങളോ വിസമ്മതിച്ചു. എല്ലാവരെയും പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ജോർദാനിൽ മാമോദീസ സ്വീകരിച്ചത്. പ്രിയമുള്ളവരെ, മാമോദീസ എന്ന കൂദാശയിലൂടെ ക്രിസ്തുവിൻ്റെ മാമോദീസയിൽ നാം ഓരോരുത്തരും പങ്കുചേരുന്നവരാണ്. റോമാക്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായത്തിൽ
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അതിമനോഹരമായിട്ട് ഇതിനെ വിവരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് പങ്കുചേർന്നെങ്കിൽ അവന്റെ ഉത്ഥാനത്തിന് സദൃശ്യമായ ഒരു ഉത്ഥാനത്തിലും നാം പങ്കുചേരും. ഈശോയുടെ മരണം കുരിശിലെ മരണമായിരുന്നല്ലോ. അപ്പോൾ ഈശോയുടെ മരണത്തിൽ നാം പങ്കുചേരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഈശോ സഹിച്ച കഷ്ടപ്പാടുകളെ, വേദനകളെ, മുറിവുകളെ നമ്മളും ഏറ്റെടുക്കുന്നവരാകണം എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ചതിൻ്റെ, അനുഭവിച്ചതിൻ്റെ തിരുശേഷിപ്പുകൾ നമ്മുടെ കൈത്തലങ്ങളിലും നമ്മുടെ പാദങ്ങളിലും നമ്മുടെ പാർശ്വത്തിലും ഉണ്ടാവണം. അവിടെയാണ് ക്രിസ്തുവിൻ്റെ ദൗത്യത്തോട് നമ്മൾ സഹകരിക്കുന്നവരായി മാറുന്നത്. രാജാവിൻ്റെയും പ്രവാചകന്റെയും പുരോഹിതന്റെയും ദൗത്യം മാമോദിസ സ്വീകരിച്ച ഓരോ വിശ്വാസിയെയും കാത്തിരിക്കുന്നുണ്ട്. രാജകീയ പൗരോഹിത്യം മാമോദിസ വഴി നമുക്കെല്ലാവർക്കും വന്നു ചേർന്നിട്ടുണ്ട്. നാം ആയിരിക്കുന്ന ഇടങ്ങളെ നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കാനും വിശുദ്ധീകരിക്കാനും ദൈവികമായ രക്ഷയിലേക്ക് നയിക്കാനും മാമോദിസ സ്വീകരിച്ചവരായ നമുക്ക് കടമയുണ്ട്. അതുകൊണ്ട് തന്നെ മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിയിൽ ദൈവം നൽകുന്ന 3 അടയാളങ്ങളെക്കുറിച്ച് മാമോദീസയുടെ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മാമോദീസ എന്ന മുദ്ര ഒരു വ്യക്തിയെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ രൂപമാണ് മാമോദീസ സ്വീകരിച്ചവൻ ഉള്ളിൽ വഹിക്കുന്നത്. അല്ലെങ്കിൽ അവൻ മറ്റൊരു ക്രിസ്തു ആകാനുള്ളവനാണ്. അത് വെറും ഭൗതികമായ ആകാര സവിശേഷതകൾ കൊണ്ടോ ആകൃതി വിശേഷം കൊണ്ടോ അല്ല, മറിച്ച് ദൗത്യ നിർവഹണം വഴിയായിട്ട്. 2, മാമോദീസായിലൂടെ ലഭിക്കുന്ന ദൈവിക മുദ്ര ഒരാളെ വ്യത്യസ്തനാക്കുന്നു, വ്യതിരിക്തനാക്കുന്നു. ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ പെട്ട് ഉഴലുന്നവനാവാതെ ദൈവികമായ പ്രത്യാശയാൽ നയിക്കപ്പെടുന്നവനായി, അവിശ്വാസികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായി, ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ പൗരനായി ഒരാൾ വേർതിരിക്കപ്പെടുന്നത് മാമോദീസ എന്ന മുദ്രയിലൂടെയാണ്. 3, മാമോദീസ എന്ന കൂദാശ ഒരു വ്യക്തിയിൽ ദൗത്യനിർവഹണത്തിൻ്റെ ഒരു മുദ്ര പതിപ്പിക്കുന്നു. ക്രിസ്തു കുരിശിൽ പൂർത്തിയാക്കിയ ബലിയർപ്പകനും ബലിവസ്തുവും സമന്വയിക്കുന്ന ആ ബലിയുടെ അനന്യത, അത് നമ്മുടെ ജീവിതങ്ങൾ വഴി പൂർത്തീകരിക്കാനുള്ള ഒരു വലിയ ദൗത്യം മാമോദീസ നമ്മെ ഭരമേൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാമോദീസ സ്വീകരിച്ചവരായ നമ്മൾ ക്രിസ്തുവിനോട് ദൗത്യനിർവഹണം വഴി അനുരൂപപ്പെട്ടു. ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടവരാണെന്നുള്ള ചിന്തയോടെ ഈ ലോകത്തെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയും ക്രിസ്തുവിനെ പോലെ ബലിയർപ്പകനും ബലിവസ്തുവും ഒന്നായിത്തീരുന്ന മനോഭാവത്തോടെ നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാനും നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. വിഖ്യാത എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ 5th മൗണ്ടൻ എന്നൊരു മനോഹരമായ നോവലുണ്ട്. ഏലിയ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനമാണ് ഈ നോവൽ. ആ നോവലിൽ സർപ്തായിലെ വിധവയുടെ വീട്ടിൽ താമസിക്കുന്ന ഏലിയ തൻ്റെ ചുറ്റുമുള്ള ആളുകളോട് പറയുന്നുണ്ട്, വരൾച്ചയ്ക്ക് ശേഷം നമുക്കിനി എല്ലാവർക്കും പുതിയ പേരുകൾ സ്വീകരിക്കാം. ആ പേരുകൾക്കെല്ലാം ഒരു ദൗത്യവുമായി ബന്ധമുണ്ടാവണം. ഓരോരുത്തരായി പേരുകൾ വെളിപ്പെടുത്താൻ തുടങ്ങി. ഞാൻ ദയ, ഞാൻ കാരുണ്യം, ഞാൻ ക്ഷമ, ഞാൻ സഹനം, ഞാൻ കൂട്ടായ്മ, ഞാൻ വിട്ടുവീഴ്ച. കേവല ശബ്ദങ്ങളെക്കാൾ ഉപരി ദൗത്യങ്ങളാകുന്ന പേരുകൾ നമുക്കുണ്ടാവണമെന്ന് ഈ നോവലിലൂടെ പൗലോ കൊയ്ലോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നാം സ്വീകരിച്ച മാമോദീസ നാം നിർവഹിച്ച് പൂർത്തിയാക്കാനുള്ള ഒരു ദൗത്യത്തിൻ്റെ നാന്ദി കുറിക്കലാണെന്നുള്ള ഓർമ്മയോടുകൂടി ക്രിസ്തുവിൻ്റെ മാമോദീസ വേളയെ ധ്യാനിക്കുന്ന ഈ ദിനം നമുക്ക് പ്രതീക്ഷകളോടെ മുന്നേറാം. ക്രിസ്തുവിനെ പോലെ ജീവിതവും ദൗത്യവും പേരും സമന്വയിക്കുന്ന ഒരു സമ്പൂർണതയിലേക്ക്, ഒരു പൂർണ്ണതയിലേക്ക് വളരാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനാവശ്യമായ എല്ലാ കൃപകളും ഈ ധനഹ തിരുനാളിൽ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ.